ഹായ് ഫ്രണ്ട്സ്, മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ചോറിനോടൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അതിനായിട്ടൊരു കടായി വെച്ച് കടുക്, ഉഴുന്ന്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇവ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്കതിലേക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല ഇവ ചേർത്ത് കൊടുത്ത് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വരുന്നതിനായിട്ട് നമുക്കതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് ചാറൊക്കെ ഒന്ന് കുറുകി തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയമാകുമ്പോൾ നമുക്കതിലേക്ക് മുരിങ്ങയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മുരിങ്ങയ്ക്ക വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മുരിങ്ങയ്ക്ക ഒന്ന് വെന്ത് ചാറൊക്കെ കുറുകി നല്ല എണ്ണ തെളിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ ഫ്ലെയിം ഓഫാക്കാം. ഇത് ചോറിനോടൊപ്പമൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്